أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് തന്നെയാണ് ഞാൻ ഈദ് ഖുത്ബ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഖുത്ബ വളരെയധികം സംക്ഷിപ്തമായിട്ടായിരിക്കും അവതരിപ്പിക്കുക. അതിനുവേണ്ടി ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലെ വിഷയത്തിലേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആ മഹാത്മാവ് പ്രസ്താവിക്കുന്നു, സത്യവിശ്വാസിയുടെ ദുനിയാവ് അഥവാ ഐഹികതയുമായുള്ള ബന്ധം എത്രത്തോളം വിശാലമാകുന്നുവോ അത് അയാളുടെ ഉന്നതമായ പദവികൾക്ക് കാരണമാകുന്നു, ഉന്നതമായ പദവികൾ നേടുന്നു. കാരണം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മുഖേന ദീൻ അഥവാ മതവിശ്വാസം ആകുന്നു. ഐഹിക ബന്ധങ്ങൾ വിശാലമാകുന്നത്, നല്ലതാകുന്നത് എപ്പോഴാണ്? അവയുടെ ലക്ഷ്യം ദീനാകുമ്പോഴാണ്. അതായത് ഐഹികമായ ഏതൊരു ബന്ധത്തിൻ്റെയും ലക്ഷ്യം ദീൻ തന്നെ ആയിരിക്കണം. ഇതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. അയാളുടെ ദുനിയാവിലെ സമ്പത്തും പ്രതാപവും ദീനിൻ്റെ സേവകനായിരിക്കണം. അതിനാൽ അടിസ്ഥാനപരമായി ദുനിയാവ് തന്നെ ആത്യന്തിക ലക്ഷ്യമാകരുത്, മറിച്ച് ദുനിയാവ് ലൗകികത സമ്പാദിക്കുന്നതിലെ യഥാർത്ഥ ഉദ്ദേശം ദീനായിരിക്കണം. ദീന് നന്നായി തീരണം. നിങ്ങൾ ദുനിയാവ് സമ്പാദിക്കുമ്പോൾ നമ്മുടെ ദീൻ മെച്ചപ്പെടണം, നമുക്ക് ദീനിനെ സേവിക്കണം എന്നതായിരിക്കണം ലക്ഷ്യം. ദുനിയാവ് സമ്പാദിക്കാം, പക്ഷെ അത് ദീനിൻ്റെ ഔന്നത്യത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്തു കൂട്ടി സ്വന്തം ദുനിയാവും ആഖിറത്തും, അതായത് ഇഹപരങ്ങൾ നശിപ്പിക്കാനായിരിക്കരുത്, മറിച്ച് സ്വന്തം ആഖിറത്തും ദീനും നന്നാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദുനിയാവ് സമ്പാദിക്കേണ്ടത്, ലൗകികത ആർജിക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പ്രസ്താവിക്കുന്നു, ദുനിയാവ് ദീനിൻ്റെ സേവകനാകുന്ന വിധത്തിൽ അതിനെ നേടിയെടുക്കേണ്ടതുണ്ട്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനായി യാത്രയ്ക്ക് വേണ്ടി യാത്രാ സംവിധാനങ്ങൾ, വാഹനം, അതുപോലെ ഭക്ഷണം, പാഥേയം ഇവയൊക്കെ കൂടെ കരുതുന്നത് പോലെയാണിത്. അപ്പോൾ അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നതായിരിക്കും, അല്ലാതെ അത് വാഹനമോ വഴിയിലെ ആവശ്യങ്ങളോ ആയിരിക്കില്ല. യാത്രയിൽ എളുപ്പമുണ്ടാക്കുന്നതിനായി നമ്മൾ കൂടെ കരുതുന്ന കരുതൽ വിഭവങ്ങൾ മാത്രമായിരിക്കും അത്. ഈ കാര്യങ്ങളുടെ എല്ലാം ഉദ്ദേശം യാത്ര സുഖകരമായി പൂർത്തിയാക്കി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നതാണ്, അല്ലാതെ യാത്രയിൽ ഇവയൊക്കെ ആസ്വദിക്കുക എന്നതല്ല. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പ്രസ്താവിക്കുന്നു, ഇതേ പ്രകാരം തന്നെ മനുഷ്യൻ ദുനിയാവിനെ നേടിയെടുക്കണം, എന്നാൽ ദീനിൻ്റെ സേവകനായി അതിനെ കണക്കാക്കണം. അള്ളാഹു ഇപ്രകാരം നമ്മെ ദുആ പഠിപ്പിച്ചിരിക്കുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിലുള്ള ഹസനാത്തുകളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നൽകുക, അതുപോലെ ആഖിറത്തിലുള്ള ഹസനാത്തുകളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നൽകുക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചതിൽ ദുനിയാവിനെ മുൻഗണനയോടെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഏത് ദുനിയാവിനാണ് അള്ളാഹു മുന്തിച്ചിരിക്കുന്നത്? ആദ്യം ദുനിയാവിനെ വെച്ചിട്ടുണ്ടത്. എന്നാൽ എന്തുകൊണ്ടാണ് ഏത് ദുനിയാവിനാണ് വെച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ അത് ആഖിറത്തിൻ്റെ, പരലോകത്തിൻ്റെ ഹസനാത്തുകൾക്ക്, ഐശ്വര്യങ്ങൾക്ക് കാരണമായി തീരുന്ന ഈ ദുനിയാവിലെ ഐശ്വര്യങ്ങളാണ്. ഏത് ദുനിയാവ് നേടിയാലാണോ നമ്മുടെ പരലോകത്തിനും ഉപകാരപ്രദമാകുന്നത്, പരലോകത്തിലുള്ള നന്മകൾക്ക് കാരണമാകുന്ന അത്തരം ദുനിയാവിൻ്റെ കാര്യങ്ങൾ ലഭിക്കണം. അല്ലാതെ ആഖിറത്തിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്ന, നാണക്കേടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. തീർത്തും ദുനിയാവിൽ മാത്രം
മുഴുകിപ്പോകുമ്പോൾ ലജ്ജിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹസരത്ത് മസീഹ് ഇസ്ലാം പ്രസ്താവിക്കുന്നു, ഈ ദുആ പഠിപ്പിച്ചതിലൂടെ ഒരു സത്യവിശ്വാസി ദുനിയാവ് നേടിയെടുക്കുമ്പോൾ ആഖിറത്തിലെ ഐശ്വര്യങ്ങളെക്കുറിച്ച്, ഹസനാത്തുകളെക്കുറിച്ച് ബോധവാനായിരിക്കണം എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അതോടൊപ്പം ദുനിയാവിലെ ഹസനാത്തുകൾ എന്ന പദത്തിൽ ഒരു സത്യവിശ്വാസി ദുനിയാവ് നേടുന്നതിനായി സ്വീകരിക്കേണ്ട എല്ലാ ഉത്തമ മാർഗങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. നന്മയും ഗുണവും മാത്രം ലഭിക്കുന്ന അത്തരം രീതികളിലൂടെ ദുനിയാവിനെ നേടിയെടുക്കുക, ഖൈർ മാത്രം ഉണ്ടാകുന്ന ദുനിയാവിനെ സമ്പാദിക്കുക. അത് മറ്റൊരു മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതോ സഹജീവികൾക്കിടയിൽ, സമസൃഷ്ടികൾക്കിടയിൽ മാനക്കേടിനും ലജ്ജയ്ക്കും കാരണമാകുന്നതോ ആയ രീതിയാകരുത്. അത്തരം ദുനിയാവ് തീർച്ചയായും ആഖിറത്തിലെ പരലോകത്തിലുള്ള നന്മകൾക്ക് കാരണമാകും. നിങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യകുലത്തിന് തന്നെ ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ദുനിയാവാണ് സമ്പാദിക്കേണ്ടത്. ബന്ധുക്കൾക്കോ നിങ്ങൾക്ക് ലജ്ജയുണ്ടാക്കുന്നതോ ദുനിയാവിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ നാണക്കേടുണ്ടാക്കുന്നതായ പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. പകരം പരിശുദ്ധമായ ജീവിതം നയിക്കണം. നന്മയിലും തഖ്വയിലും ദൈവഭക്തിയിലും അധിഷ്ഠിതമായ ജീവിതമാകണം നയിക്കേണ്ടത്. അത്തരമൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെയൊരു ഉള്ള ദുനിയാവ് സമ്പാദിക്കുന്നതിനായി ജീവിതം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഹപരങ്ങളിൽ, ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹങ്ങൾക്ക് നിദാനമാകും. അതുകൊണ്ട് ഇന്ന് ലോകം പൊതുവെ സ്വാർത്ഥവും നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും നേടിയെടുക്കുന്നതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയും പരിഗണനയും നൽകപ്പെടുന്നത്. രാഷ്ട്രങ്ങളെ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത, മനുഷ്യത്വത്തെക്കുറിച്ച് ഉള്ള ചിന്തയില്ല. ഇതിൽ മുഴുകി ഈ ആളുകൾ സ്വന്തം നാശത്തിലുള്ള വഴികളാണ് ഒരുക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അള്ളാഹുവിനോട് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ ചോദിക്കുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ദുനിയാവും ആഖിറത്തും നന്നാകുന്നതിനും എല്ലാതരം ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി ഇക്കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറഞ്ഞതുപോലെ ലോകം നാശത്തിൻ്റെ ഗർത്തത്തിലേക്കാണ്, കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ അതിൽ നിന്നും സംരക്ഷിക്കട്ടെ. നമ്മുടെ കർമ്മങ്ങൾ, അമലുകൾ മെച്ചപ്പെടുത്തുന്നതിനും അതനുസരിച്ച് ദുആകൾ ചെയ്യുന്നതിനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഖുതുബയിൽ ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ആ നന്മകൾ നേടിയെടുക്കാനും ഉത്തമമായ ദുആകൾ നടത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുകയും അവ സ്വീകരിച്ചരുളുമാറുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.